മഞ്ഞൊക്കെ കൂട്ടി വെച്ചാൽ ഞങ്ങൾ നേരെ പോയത് പാർക്കിക്കാണേ. ഇവിടെ എത്തിയാൽ ഞങ്ങൾക്ക് ഓടി കളിക്കാനും സൗണ്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഇവിടെ വീടിൻ്റെ പുറത്തൊന്നും സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ കാം ആൻഡ് ക്വൈറ്റാണ്. ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിനി. ഒരവിടെ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കണല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, വേറെ സാധനമായി ഞങ്ങളും തുടങ്ങി പണി. ഈ മുത്തുന്റെ പണി ഉണ്ടായിരുന്ന ഒരു ആക്രാന്ത കേട്ടോ. ഉണ്ടാക്കുന്ന ഇടയിൽ ഒരു 100 വട്ടെങ്കിലും ഇതിന്റെ ഇടയിൽ കയറി വെക്കിയിട്ടുണ്ടാവും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ ഇഗ്ലൂ ഹൗസ് ഞങ്ങൾ ഉണ്ടാക്കിട്ടോ. ഇഗ്ലൂ ഹൗസ് നല്ല സ്നേഹം. അതിൻ്റെ ഉള്ളിൽ കയറിക്കോ, സ്നേഹം എന്നെ കൊള്ളൂലല്ലോ. നല്ല സുഖമായില്ലേ. ഞാൻ ഈ പരിപാടിക്ക് ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അപ്പോൾ ഒടുക്കത്തെ സ്നോ ഫൈറ്റിങ്ങിലായിരുന്നു കേട്ടോ. ഇതോടെ തീർന്ന് നിങ്ങൾ വിചാരിക്കല്ലോ. പെരേ പോകുന്ന ഉമ്മച്ചൊക്കെ പെരൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് പണി ഇതിനങ്ക നമ്മൾ ഇന്നലെ കൊത്തിവെച്ച മഞ്ഞുണ്ടല്ലോ, അതൊക്കെ ഓട്ടാക്കിയിട്ടൊരു വലിയ ഇഗ്ലൂ ഹൗസ് തന്നെ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങളിവിടെ കുറച്ചു നേരം മഞ്ഞിലൊക്കെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ മഞ്ഞിൻ്റെ വീടൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ട് അവിടെ ഉമ്മച്ചക്കും പച്ചക്കൊക്കെ കാണിച്ചു കൊടുത്ത് എനിക്കും മുത്തുക്കും ഒക്കെ കയറിയിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരെത്തിയപ്പോൾ വീടും ഒന്നും കൂടി ഡെക്കറേറ്റൊക്കെ ഒന്ന് ചെയ്ത് തന്നു കേട്ടോ. സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കി വീട്ടിൽ കിടന്നുറങ്ങാൻ എന്തൊരു സുഖം. ഞാൻ പറഞ്ഞേ വലിയ കുട്ടിയായിട്ട് എൻ്റെ വീട് ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഗ്ലൂ ഹൗസ് എങ്ങനെയുണ്ട്? ഇതിന് അധിക കാലം ആയുസൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇനി അടുത്ത മഞ്ഞിൽ നമ്മൾ അടുത്തത് ഉണ്ടാക്കും.